സീത, അശോക് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? അത് റാം, എന്തോ ഒരു പ്രശ്നം നിനക്കുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ആണെന്ന് ചോദിച്ചോ? റാം പ്ലീസ് എന്നോട് ചോദ്യമൊന്നും ചോദിക്കില്ലേ നീ? ചോദിക്കാൻ പാടില്ലെന്നോ? അപ്പൊ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അശോക് വിളിച്ചിട്ട് വന്നാണോ അതോ നിന്റെ ഇഷ്ടത്തിന് നീ ഇങ്ങോട്ട് വന്നാണോ? അല്ല, നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയുന്നു. പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് നീ നല്ല നെർവസും ആണ്. എന്ത് പറ്റി സീത, പറ. റാം പ്ലീസ് ഒന്ന് കണ്ണടയ്ക്കാവോ? എന്തിനാ? കണ്ണൊന്ന് അടയ്ക്ക് പ്ലീസ്. ഓക്കെ ഓക്കെ. സീത, ഐ കാൻ വെയിറ്റ് ടു ലോങ് സീത. സർപ്രൈസ് എന്തെങ്കിലും ആണെങ്കിൽ വെച്ച് താമസിപ്പിക്കാതെ വേഗം പറ സീത. ഏതു ജന്മസ്വപ്നമായി കാത്തു കാത്തു നിന്നു സീത, വന്നു ചേരുവാൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ. ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. ഇനി മുഖം പുതുപൂവായി മനസാകയായി വിരിയുമ്പോൾ, മഴവില്ല പൂക്കുമ്പോൾ, ഹൃദയവാതിലോരമായി നീ നിന്നുവോ? പ്രണയവീണയാർദ്രമായി മീട്ടിയോ? ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഗുഡ് ഗേൾ. സീതമ്മ, നിന്റെ കവളെന്താ ചുമന്നിരിക്കുന്നേ? ചുമന്നിട്ടുണ്ടോ? റോസാ പൂവിന്റെ കളറായിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ ചുമന്ന് നിൽക്കുന്നേ? അത് പിന്നെ ഞാന് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടാ മോളെ. റൂൾസ് ബ്രേക്ക് ചെയ്തോ സീതമ്മ നീ? ശരിക്കും റൂൾസ് ബ്രേക്ക് ചെയ്തോടി? ഗുഡ് ഗേൾ. ഗുഡ് ഗേളോ? സീതമ്മയും എന്റെ മാമും റൂൾസ് ബ്രേക്ക് ചെയ്താ ബാഡ് ഗേൾ എന്നാ പറയാറ്. ബേബി, ചില റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് ഗേൾ എന്ന് തന്നെ പറയണം. ഇതൊന്നും നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല, വലിയ കുട്ടിയാവുമ്പോ മനസ്സിലാവും. തൽക്കാലം നിന്റെ അമ്മ നല്ലൊരു കാര്യം ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ സീതമ്മ ഗുഡ് അല്ല. നമ്മുടെ സീതമ്മ ഈസ് എ ബെസ്റ്റ്. എടാ, എന്താടാ ഇത്? ഞാൻ നിന്നെ ഇവിടെ മൊത്തം അന്വേഷിക്കുക. നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? എടാ, അത് നീ എന്നെ അങ്ങോട്ട് വിളിച്ചില്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നിരുന്നു. പക്ഷെ നിന്നെ അവിടെ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തിരിച്ച്. എടാ, എന്താ നിനക്ക് പറ്റിയത്? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. പനിക്കുന്നുണ്ടോ നിനക്ക്? എടാ, ഒരു കുഴപ്പമില്ല. നീ എന്തീ പറഞ്ഞേ? പോയി. അല്ലടാ, ഓ നല്ല ചൂടുണ്ട്. ചൂടുണ്ടെന്നോ? ഇല്ലല്ലോ. ഹേ, അല്ലടാ, പനിയാ നിനക്ക്? ബാ, ഡോക്ടറിനെ കാണാൻ പോവാം. ബാ. എന്താണ് നിന്റെ പ്രോബ്ലം? പനിയുമില്ല, ഒരു കുഴപ്പമില്ല. പോയി. നിനക്ക് എന്താടാ പറ്റിയേ? നീ ഇപ്പൊ ഓക്കെ അല്ലേ? ആ, എന്നാ വാ, നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ബാ.
കാണിക്കടാ നിന്റെ പൗരുഷം. ചെറിയ നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ. ഓഹോ, വാടാ വാടാ ഹീറോ വാടാ, വന്നിരിക്കടാ. അങ്ങനെ നീ ഉറപ്പായിട്ടും തോപ്പിക്കണം. നീ തോറ്റതല്ലേ, മാറതിക്ക്. ചെറിയച്ഛനെ തോപ്പിച്ചിട്ട് ശക്തിമാനാണെന്ന് കാണിക്കണം കേട്ടോ. കമോൺ വാടാ. രാമ വാ 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 വാ. ഞാൻ തോറ്റുപോയി. ഒരു ഇലക്ട്രിക് ഷോക്കല്ലേ തന്നിട്ട് പോയത് സീത. ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, ഇവിടെ എന്താ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഈ ഉമ്മയ്ക്കൊക്കെ ഇത്ര പവറുണ്ടോ? ഹീറോ, എന്താടാ പറ്റിയ നിനക്ക്? നീ ഇങ്ങനെ RCB ടീമിനെ പോലെ തോക്കല്ലടാ. എന്തോ ഇതിനാണോ നീ ജിമ്മിലൊക്കെ പോകുന്നത്? നീ ജിമ്മിലൊക്കെ പോയാലും നിനക്കെതിരെ ഞാൻ നിന്നാ എനിക്ക് നിന്നെ തോപ്പിക്കാൻ പറ്റുമല്ലോ. അതല്ല, ഈ ഒറ്റ കളി കൊണ്ട് തന്നെ ജയവും തോൽവിയൊക്കെ തീരുമാനിച്ചു. അടുത്ത മത്സരം തുടങ്ങട്ടെ. അതെ അതെ അതെ. നിങ്ങൾ വാ നെക്സ്റ്റ്. നിങ്ങൾ വന്ന് റാമിനെ തോപ്പിക്കേ. വാ കമോൺ. ഇല്ല, എനിക്ക് റാമിന് മുമ്പിൽ തോൽക്കാനാണ് ഇഷ്ടം. ഞങ്ങളുടെ ഇടയിൽ മത്സരമൊന്നുമില്ല. നോ വാർ, ഓൺലി പീസ്. ശരിയടാ ഹീറോ, നിനക്ക് ഞാനിപ്പോ ഒരു സൂപ്പർ ഓവർ തരാം. എന്റെ കൂടെ വേണ്ട, എന്റെ മകൻ അനിയുടെ കൂടെ ഒന്ന് കളിച്ചു നോക്ക്. നിനക്കുള്ള സൂപ്പർ ഓവറാ ഇത്. കമോൺ ചാം. ഹലോ ഹീറോ, നിന്നെ വിളിക്കുന്നേ. ആ കളിക്ക് ചാം. കമോൺ ചാം, കളിക്കടാ. ആ തുടങ്ങിക്കോ അശോക. റെഡി റെഡി 1 2 3. യെസ്. കമോൺ ചാം, കമോൺ ചാം. കരുവാ കരുവാ. രാമ, കോൺസെൻട്രേറ്റ് ചെയ്യേ. ഇത് കല്യാണ ചെറുക്കന്റെ അഭിമാന പ്രശ്നം. കമോൺ 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 കമോൺ. കമോൺ ചാം, കമോൺ. സൂപ്പർ, വെരി ഗുഡ്. ഞാൻ ജയിച്ചു. യെസ്. ചേട്ടാ, നിങ്ങളെക്കാളും സ്ട്രോങ് ഞാനാ. സ്ട്രോങ്ങർ. വെരി ഗുഡ് എടാ, സൂപ്പർ. നീ വലിയ പരാക്രമിയാണെന്നൊക്കെ ഞാൻ കരുതിയത്. എന്നിട്ട് ദേ ഈ അനിയോടൊക്കെ പോയി തോറ്റല്ലോടാ. കറക്റ്റ് സൂരി, എല്ലാം അതിന്റെ മഹിമ. എന്തിന്റെ മഹിമയാടാ? നീ എന്താ അവന്റെ ചെവി പോയി മന്ത്രിച്ചല്ലോ. അതിവനൊന്നുമല്ല, അത് ദിസ് അനിമോൻ എന്റെ മുമ്പിൽ വന്നിരുന്നില്ലേ. പാവം ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് ഞാൻ തോറ്റു കൊടുത്ത. പക്ഷേ ഈ തോൽവിക്ക് എന്തോ ഒരു സുഖമുണ്ട്. അത് ശരിയാ രാമ, ഈ സുഖം എന്താന്ന് എനിക്ക് മനസ്സിലായി. മുത്തം പകരും മധുമാസരാവിൽ. മുത്തമോ? ഹേയ് അശോക, നീ വല്ലത് ഓവറാവുന്നുണ്ടേ. ഞാൻ ഓവറായിരുന്നോ? ഏയ്, നിന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവോടാ. അതെ, കാര്യം എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന് പറയടാ. എന്താണ് കാര്യം? അത് തന്നെയല്ലേ. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് പോടാ. അശോക, എന്താടാ എന്താടാ സംഭവിച്ചേ? നിന്റെ ഈ സന്തോഷം കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് രാമ. നിന്റെ ലൈഫ് ലോങ് ഈ സന്തോഷം ഉണ്ടാവണം. വാവ്, വളകള്. എനിക്ക് കൈ നിറയെ വളകളിട്ട് നടക്കണം. കുട്ടി കൈക്ക് കുട്ടി കുട്ടി വളകള് സൂപ്പർ ആയിരിക്കും. എടുത്തോ ബേബി. അയ്യോ, ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ഈ വളക്കാര് വന്ന് കല്യാണ പെണ്ണിന് വളയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ട് അവരിതുവരെ വന്നില്ലല്ലോ. ഇനി ഹൽദി ഉണ്ട്, ഡ്രസ് മാറാനുണ്ട്, എന്തൊക്കെയുണ്ട്. ലേറ്റ് ആവുന്നു. ഭാർഗവി അവര് പറഞ്ഞയക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അഞ്ജു, എനിക്കുള്ള വള സെലക്ട് ചെയ്യും. ഏതാ ഭംഗി? ചേച്ചിയുടെ സാരിക്ക് ഇത് മാച്ച് ആയിരിക്കും. ഇത് എടുത്താ മതി. ദിസ് ഇസ് റിയലി നോട്ട് ഫെയർ സീത. അല്ല, എന്നെ കൊണ്ട് കണ്ണുപൂട്ടിട്ട് നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് പോയോ? തൽക്കാലം ഒന്നും കേൾക്കണ്ട. എനിക്ക് ഇപ്പൊ നിന്നെ കണ്ടേ പറ്റൂ. ദാറ്റ്സ് ഇറ്റ്. റാം, അങ്ങനെയൊന്നും വരാൻ കഴിയില്ല. ഇവിടെ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സീത, ഇത് ചതിയാ. ദിസ് ഇസ് ചീറ്റിംഗ്. അല്ല, എനിക്കൊരു ഹിന്റ് പോലും തരാൻ നീ എന്താ ചെയ്തിട്ട് പോയെ? ഇത് സ്വപ്നമാണോ സത്യമാണോ റിയലൈസ് ചെയ്യാൻ ഞാൻ എന്തുമാത്രം സമയത്തൊന്നറിയോ? അല്ല, അന്ന് ഞാൻ നിന്റെ കവളത്ത് ഇച്ചിരി കളർ വെച്ചപ്പോ നീ എന്താ പറഞ്ഞ? എന്റെ തോന്നിയാസാണെന്നല്ലേ? അപ്പൊ ഈ കാണിച്ചത് തോന്നിയാസമല്ലേ? എനിക്കിപ്പോ ഒന്നും കേൾക്കണ്ട. എനിക്കിപ്പോ എത്രയും പെട്ടെന്ന് നിന്നെ കണ്ടേ പറ്റൂ. അല്ല, ഞാനൊരു നിഷ്കളങ്കനാണെന്ന് നീ ഓർക്കണ്ടേ? എന്ത് നിഷ്കളങ്കനോ? അത് നീയോ? അത് നല്ല തമാശയാണല്ലോ. എന്ത് തമാശ? നീയേ സിമ്പിൾ സീതയല്ല, ക്രിമിനൽ സീത. റാം, ലെറ്റ് മീ ജസ്റ്റ് സീ യു വൺസ് പ്ലീസ്.
റാം പ്ലീസ് അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഓൾറെഡി ഞാൻ ഒരു വട്ടം റൂൾസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും വീണ്ടും അതിനാവില്ല. ഇതിപ്പോ നല്ല കഥ. എനിക്കൊരു അക്ഷരം പറയാനുള്ള അവസരം പോലും നീ തന്നില്ലല്ലോ. ഒന്നും കേൾക്കണ്ട. ലെറ്റ് മീ സീ യു. ഐ ജസ്റ്റ് വാണ്ട് ടു സീ യു വൺസ്. എനിക്കിപ്പോ കണ്ടേ പറ്റൂ. അതൊന്നും നടക്കുന്ന കാര്യമില്ല റാം. അങ്ങനെയാണെങ്കിൽ നീ ഇങ്ങോട്ട് വാ. എന്താ ചലഞ്ചാ? ചാലഞ്ച് ഒക്കെ എന്തിനാ? തോൽക്കാൻ പോകുന്നത് നീ തന്നെയല്ലേ. തോൽക്കുമെന്ന് കരുതി ചലഞ്ച് ചെയ്യല്ലേ. ഞാൻ ഇപ്പൊ അങ്ങ് വരും, നീ കണ്ടോ. റാം, ഇവിടെ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. എല്ലാരും എന്റെ കൂടെ തന്നെ ഉണ്ട്. അഥവാ നീ ഇങ്ങോട്ട് വന്നാ നീ പിടിക്കപ്പെടും. എന്നെ കാണുന്ന കാര്യം അത്ര ഈസി അല്ല. എന്നെ കാണാനും കഴിയില്ല. ആരും അറിയാത്ത തരത്തിൽ വേണം നീ വരാൻ. ആലോചിച്ചോ. ബൈ. സീത, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഫോണിൽ നീ ആരോടാ സംസാരിക്കുന്നേ? അയ്യോ, അവള് വേറെ ആരോട് സംസാരിക്കാനാ? രാമനോട് സംസാരിക്കുവോ അല്ലേ സീത? എന്താ മോളെ, കല്യാണ ചെറുക്കന് നിന്നെ കാണുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ ഒരുമിച്ചുണ്ടാവില്ലേ? എന്നാലും ഈ താലി കെട്ടുന്നതിന് മുമ്പ് ഇത്ര തിരക്കെന്താണോ എന്തോ. സീതേ, അവനിങ്ങോട്ട് വരുന്നുണ്ടോ? ഉറപ്പായിട്ടും വരും സുലോചന. വളയിടാൻ ആള് വരുമെന്ന് പറഞ്ഞല്ലോ. ആ വേഷത്തിൽ അവൻ വരുമെന്നാ ഇപ്പൊ എന്റെ ഡൗട്ട്. പ്രിയേ, റാം ഏത് വേഷത്തിൽ വന്നാലും ഇന്ന് നമുക്ക് അവനെ കണ്ടുപിടിച്ച പറ്റും. വരട്ടെ വരട്ടെ, നമുക്ക് നോക്കാലോ. പാവമുണ്ട്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പാവാണെന്ന്. നോക്കൂ, നമ്മുടെ കാലത്തെ കല്യാണമൊക്കെ വെറും ആഘോഷമല്ല, ഉത്സവാ. എനിക്കും എന്തൊക്കെ ഓർമ്മകളുണ്ടെന്നറിയോ. നല്ല രസമാ. ഈ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതിന്റെ നല്ലൊരു ത്രില്ല. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ ഒരുമിച്ചല്ലേ ഉണ്ടാവുക. ഈ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതിലെ സന്തോഷം നമ്മുടെ കാലത്തൊക്കെ ഉള്ളൂ. ഞാനേ എന്റെ ഭാര്യയുടെ മുഖം കണ്ടത് കല്യാണ മണ്ഡപത്തിലെ തിരശീല മാറ്റിയതിനു ശേഷം. ഞാൻ ആദ്യമായിട്ട് അവളെ കാണാൻ പോയപ്പോ എനിക്ക് നാണം, അവക്ക് നാണം. അയ്യോ, ഞാനൊരു 2 ജോഡ് മുന്നിലായിരുന്നു. റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അവളെ കണ്ടിട്ടാ ഞാൻ പോകുന്നത്. എന്റെ അമ്മയെല്ലാം കണ്ടുപിടിക്കുമായിരുന്നു. അവരെ പറ്റിച്ചിട്ട് കണ്ടു എന്ന് മാത്രമല്ല, സംസാരിച്ചിട്ട് കൂടെയാ വന്നത്. അതിന്റെ സന്തോഷമൊന്നും വേറെയാ. ഓ, നിങ്ങൾ വലിയ സാഹസമൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ഞാൻ ചെയ്തത് തെറ്റു വല്ലതാണോ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എടാ, നീ കേട്ടില്ലടാ സൂര്യ കാണിച്ച സാഹസങ്ങള്. പുള്ളിയുടെ കൊച്ചുമകനാടാ നീ. നീയും കുറച്ച് സാഹസങ്ങളൊക്കെ കാണിക്കണ്ടേ? പോയി സീതയെ കണ്ടിട്ട് വാ. ആടാ, ഐ റിയലി വാണ്ട് ടു സീ ഹർ, ബട്ട് ഇറ്റ്സ് ഓക്കെ. എന്ത് ചെയ്യാനാ? എല്ലാവരുടെ ഇടയിൽ നിൽക്കുന്ന എന്നെ നീ വന്ന് കാണു സീത. അറ്റ്ലീസ്റ്റ് നീയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നിട്ട് തരണോ? എന്ത് തരണോന്ന്? ഏയ്, ഡയറക്ടർ ഇല്ലാതെ നീ സീൻ ഷൂട്ട് ചെയ്യുമെന്ന് കരുതിയോ? നീ എന്താ ഈ പറയുന്നേ? ഒന്നുമില്ല, പോടാ. എടാ നോക്കിയേ, നീ ഇപ്പൊ തന്നെ എന്നെ ഒരുപാട് കളിയാക്കുന്നു. ഞാൻ ശമ്പളം കട്ടിയും കേട്ടോ. വേണ്ടടാ, സാരമില്ല, ഹെൽപ്പ് ചെയ്തോളാം. എന്ത് ഹെൽപ്പ്? എന്താ, നിനക്ക് സീതയെ കാണുന്നില്ലേ? Why fear when I am here? അതാ എന്റെ ആകെയുള്ള പേടി. എല്ലാം ശരിയാവും. നീ നടക്ക് 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 നടക്ക്. ക്ഷമിക്കണേ, കുറച്ച് വൈകിപ്പോയി. ദേ നോക്ക്, വളക്കാരൻ വന്നു. എന്താടാ ഇത്ര വൈകിയേ? അതെ, ഇവിടെ വള കുറവാണെന്ന് തോന്നി, എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. പ്രേമിച്ചി, എന്താ? ഇവനെ കണ്ടിട്ടെ റാമിനെ പോലെ തോന്നുന്നില്ലേ? മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങള് റാമല്ലേ? അയ്യോ ചേച്ചി, നിങ്ങൾ തെറ്റിദ്ധരിച്ചാ. ഞാൻ സത്യമായിട്ട് വളയായിട്ട് വന്നതാ. ഓ, വേഷം മാറി വന്ന മനസ്സിലാവില്ലെന്ന് കരുതിയല്ലേ റാം? നീ ഞങ്ങളുടെ മരുമകൻ റാമ? ഞങ്ങള് വണ്ടിയാന്ന് വിചാരിച്ചോ? കല്യാണ ചെറുക്കൻ വളക്കാരന്റെ വേഷത്തിലൊക്കെ വന്ന് പെണ്ണിന് വളയിട്ട് കൊടുക്കുന്നതല്ലയോ ഇപ്പോഴത്തെ ട്രെൻഡ്? അല്ല, നീ ശരിക്കും വളയും കൊണ്ട് വന്നതാ? അതെ. നോക്കിയാലോ? എന്താ നിന്റെ പേര്? എന്റെ പേര് മധുന്നാ. എന്നിട്ടാണോ നീ? എന്റെ താടി. അയ്യോ, ഇത് റാമല്ല. ക്ഷമിക്കണേ മോനെ, കല്യാണ ചെറുക്കൻ തമാശ കാണിക്കാന്ന് കരുതി. വേദനിച്ചോ? കുറച്ച് വേദനിച്ചായിരുന്നു.
പറയട്ടെ തായേ, ഞാൻ ഭാവി പറയട്ടെ. സുഖമായിരിക്കട്ടെ, സദാ സുഖമായിരിക്കട്ടെ. സീതാമാതയെ കാണാൻ വേണ്ടി സാക്ഷാൽ ശ്രീരാമൻ തന്നെ വന്നിട്ടുണ്ട് തായേ, രാമൻ തന്നെ വന്നിട്ടുണ്ട്. ജീവിതം ശോഭനമാകും തായേ, ജീവിതം ശോഭനമാകും. നിങ്ങളാരാ? ഒരു കൈനോട്ടക്കാരനാ കുഞ്ഞിപ്പെണ്ണെ. കൈനോട്ടക്കാരനോ എന്ന് വെച്ചാ? കൈനോട്ടക്കാരൻ എന്ന് പറഞ്ഞ ഭാവി പറയുന്നവനെന്നർത്ഥം. അവര് പറയുന്നതെല്ലാം സത്യമാകുമെന്നാണ് മോളെ വിശ്വാസം. ആണോ? എന്നാ നിങ്ങൾ പറ, കേക്കട്ടെ. അങ്ങനെ ചോദിക്കതായേ, അങ്ങനെ ചോദിക്കേ. കൈനോട്ടക്കാരൻ കൈനോക്കി സത്യങ്ങൾ വിളിച്ചു പറയും തായേ. കള്ളമാണെന്ന് തോന്നും, പക്ഷെ പറയുന്നതെല്ലാം ഫലിക്കും തായേ, പറയുന്നത് ഫലിക്കും. നീ നിന്റെ അമ്മയ്ക്ക് ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കുന്നവളാണ് തായേ, അമ്മയ്ക്ക് സ്നേഹം കൊടുക്കുന്നവളാണ് നീ. ആഹാ, ഇവളുടെ മുഖത്ത് എന്താ ഒരു ഓജസ്, എന്താ ഒരു തേജസ്. ഭാഗ്യദേവത കുടിയിരിക്കുന്നു തായേ, ഭാഗ്യദേവത കുടിയിരിക്കുന്നു. ഈ ഭവനത്തിലെ ചിരിയും നീയാ, സിഹിയും നീയാ. നിങ്ങൾക്ക് എന്റെ പേരൊക്കെ അറിയോ? നിങ്ങൾ എന്ത് രസമായിട്ടാ സംസാരിക്കുന്ന, ഡപ്പടപ്പാന്ന്. ഞാൻ പറയുന്നതല്ല തായേ, ഇതൊന്നും ഞാൻ പറയുന്നതല്ല. പഞ്ചഭൂതങ്ങൾ പറയുന്നു തായേ, പഞ്ചഭൂതങ്ങൾ പറയുന്നു. നല്ല ദിവസം തന്നെയാ വന്നത്. ഇന്ന് ഞങ്ങളുടെ സീതയുടെ കല്യാണമാണ്. അവളുടെ കൈയൊന്ന് നോക്കി പറ മോനെ. വാ മോളെ സീത. കല്യാണ പെണ്ണിനെ ഇങ്ങോട്ട് അയക്കതായേ, മുന്നോട്ട് അയക്കേ. ഓഹോ, ഇനി എന്താണ് പറയേണ്ടത് തായേ, എന്താ പറയേണ്ടത്? പാല് പോലെയുള്ള മനസ്സ്, തങ്കം പോലെയുള്ള വാക്ക്, ലക്ഷണമൊത്ത ഗുണങ്ങളാ തായേ, ലക്ഷണമൊത്ത ഗുണങ്ങളാ. ജീവിതം പ്രയാസമല്ല തായേ, ജീവിതം പ്രയാസമല്ല. ആ, നിന്റെ മനസ്സ് തങ്കമാണ് തായേ, തങ്കമാണ്. ഇന്നൊരു ശുഭദിനമാണെന്നുള്ള കാര്യം അറിയാമോ? എന്റെ വാക്കാണ് തായേ, എന്റെ വാക്കാണ്. കല്യാണ പെണ്ണിന്റെ കയ്യിൽ കല്യാണ ചെറുക്കൻ തന്നെ വളയിട്ട് കൊടുക്കും തായേ, വളയിട്ട് കൊടുക്കും തായേ. ആ, ഇത് ഞാൻ പറയുന്ന വാക്കല്ല തായേ, ഞാൻ പറയുന്ന വാക്കല്ല. പഞ്ചഭൂതങ്ങൾ എന്നെ കൊണ്ട് പറയിക്കുന്നു തായേ, അവർ പറയിക്കുന്നു. ഇതാ ഇട്ട് കഴിഞ്ഞു തായേ, ഇതാ ഇട്ട് കഴിഞ്ഞു. ഓ, ആഹാ, വളരെ മനോഹരമായി കാണുന്നു തായേ, വളരെ മനോഹരമായിരിക്കുന്നു. അയ്യോ കൈനോട്ടക്കാരാ, കല്യാണ ചെറുക്കൻ വളയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നീ ഇട്ട് കൊടുത്തല്ലോ. കറക്റ്റ്, നീ എന്താ മണവാളനാ? നിങ്ങൾ എന്താ പറയുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായേ ഇല്ല. സീതേ, ഇവൻ എന്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? യാ, all okay. ഓൾ ഓക്കെയോ? എന്തുവാ ഇത്? ലോകമൊക്കെ ഇത്ര മുന്നോട്ട് പോയോ? ഇംഗ്ലീഷിലൊക്കെ ഭാവി പറയുന്നു. മാർക്ക് അങ്ങോട്ട്. അതെ മോനെ, എന്റെ കൈയൊന്ന് നോക്കിട്ടെ, ഇംഗ്ലീഷിലൊന്ന് ഭാവി പറഞ്ഞേ. എടാ എന്തു പറ്റി? ഇംഗ്ലീഷിൽ സംസാരിച്ചെന്തിനാ? എടാ, കയ്യിന്ന് പോയെന്ന് തോന്നുന്നു. പ്ലീസ് ഹെൽപ്പ് മീ. എന്തുവാടാ പിറുപിറുക്കുന്നേ? നോക്കി അങ്ങോട്ട് പറ.
ഓളിസ്വൽ ഓളിസ്വൽ ശുഭമസ്തു ശുഭമസ്തു എന്ന് പറഞ്ഞിട്ട് നീ ബാ. ആഹാ, വരൂ തായേ വരൂ. ഓ ഓ ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ. ശുഭവസ്തു എന്ന് പറഞ്ഞിട്ട് വാ. ഇതെന്താ നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സുലോചന, അവര് നല്ലത് നടക്കുമെന്ന് പറഞ്ഞാ ഉറപ്പായി നല്ലത് നടക്കും. അതെ തായേ അതെ. എന്താകോ എന്തോ, ഇവനും ഇവന്റെ ഇംഗ്ലീഷും ഒന്നും ശരിയല്ല. പിന്നെ ഇവിടെ ചടങ്ങൊക്കെ വൈകുന്നുണ്ട്. നീ ഭക്ഷണം അവിടെ കഴിച്ചിട്ട് പൊക്കോ പൊക്കോ പൊക്കോ. എഴുന്നേറ്റ് പോ, ചെല്ല് ചെല്ല്. All is well, Sihi. All is well. All is well. Okay. രക്ഷപ്പെട്ടു. ആ ബോസ്, താങ്ക് യു സോ മച്ച്. കോസ്റ്റ്യൂംസ് വീട്ടിലെത്തിച്ചോളാം. എമൗണ്ട് ഓൺലൈനിൽ അയച്ചോളാം. ഓക്കെ. ദയവ് ചെയ്ത് കഴിച്ചിട്ട് പോകും. ഓക്കെ ചേട്ടാ. അല്ലടാ, നീ ഇതുവരെ പോയില്ലേ? വളയിടലൊക്കെ കഴിഞ്ഞു. നീ ചെല്ല് പോ. ആ സീത, ഹൽദി ചടങ്ങിനുള്ളതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാം. സീതമ്മ, എല്ലാരും സാരി ഉടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് സാരി ഉടുക്കണം പ്ലീസ്. ബേബി, നിനക്ക് സാരി ഉടുക്കണമെന്നോ? എനിക്കാണെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടണമെന്ന് ആഗ്രഹം. പ്രീ, എനിക്ക് സാരി ഒരുപാട് ഇഷ്ടമാ. എനിക്ക് ഇപ്പൊ സാരി ഉടുക്കണം പ്ലീസ് സീതമ്മ. ഇതിനേക്കാളും ബെറ്റർ സാരിയാ. നേരത്തെ നിനക്ക് ഉടുപ്പിച്ചു തന്നില്ലേ? അവരെ കൊണ്ട് പറഞ്ഞ എനിക്ക് സാരി അയ്യോ ഉടുപ്പിച്ചാ. സീതേ, എനിക്ക് ഇവക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കാനൊന്നും വയ്യ. വേണമെങ്കിൽ ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് ഉടുക്കുന്ന സാരിയൊക്കെ കിട്ടത്തില്ലേ, അത് വാങ്ങി ഉടുപ്പിച്ചു കൊടുക്ക്. അല്ലാതെ എന്നെ കൊണ്ട് പറ്റത്തില്ലേ. അയ്യോ ആന്റി, ഞാൻ നിങ്ങളോട് ചോദിച്ചോ? സിഹി, ഞാൻ നിന്നോട് പറഞ്ഞോ? പ്ലീസ് സീതമ്മ ഉടുപ്പിക്ക്. എനിക്ക് കൊതിയായിട്ടല്ലേ സീതമ്മ. നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരട്ടെ? സീക്രട്ടോ? പറ പറ. നിനക്ക് സാരി ഉടുക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഫ്രണ്ടിനെ പോയി കണ്ട് സാരി ഉടുത്തോ. അവ സൂപ്പർ ആയിട്ട് സാരി ഉടുപ്പിക്കും, അറിയോ? ആണോ? തമാശക്ക് പറഞ്ഞത് ഇവള് സീരിയസ് ആയിട്ട് എടുത്തു. ഈ പെണ്ണ് ഇവള് റാമിന്റെ അടുത്ത് പോയി ചോദിക്കോ? അതിന് റാം ഇപ്പൊ എന്താ ഉത്തരം കൊടുക്ക? അവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ.